ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുമായിരുന്നു? ബ്രിട്ടീഷുകാർ ഭരണം ഇന്ത്യയുടെ സമ്പത്ത് നശിപ്പിച്ചു, വിഭവങ്ങൾ കൊള്ളയടിച്ചു, രാജ്യത്തെ വികസനം പിന്നോട്ട് നയിച്ചു എന്നൊക്കെയാണ് വാദങ്ങൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ സമ്പത്ത് ഊറ്റിയെടുത്തു. തുണിത്തരങ്ങൾ പോലുള്ള നമ്മുടെ പരമ്പരാഗതമായ വ്യവസായങ്ങളെ നശിപ്പിച്ചു. അശ്രദ്ധയും ചൂഷണപരവുമായ നയങ്ങളിലൂടെ നിരവധി മാരകമായ ക്ഷാമങ്ങൾക്ക് ബ്രിട്ടീഷുകാർ കാരണമായി. സാമ്പത്തികമായി അവരുടെ ഭരണം തീർച്ചയായും ഇന്ത്യയെ പതിറ്റാണ്ടുകളായി പിന്നോട്ട് കൊണ്ടുപോയി. ഇതൊക്കെയാണ് നമ്മളെ നാട്ടുകാർ ബ്രിട്ടീഷുകാരെ പറ്റി പറയുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ള കുറച്ചു വസ്തുതകൾ ഇതിനുള്ളിലുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ ചേർക്കുക. സത്യത്തിൽ ഇന്ത്യ എന്ന രാജ്യം നമുക്ക് അവർ സംഭാവന ചെയ്തതാണ്. നമുക്ക് കുറച്ച് പുറകിലോട്ട് പോകാം. പണ്ട് ഇന്ത്യ എന്നൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. ദേശങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ദേശങ്ങൾ, ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള ദേശങ്ങൾ. അവ മഹത്തായ നദികൾ, സുഗന്ധദ്രവ്യങ്ങൾ, രാജാക്കന്മാർ, സംസ്കാരം എന്നിവയൊക്കെ കൊണ്ട് സമ്പന്നമായ ഒരുപാട് ദേശങ്ങൾ. ശക്തമായ സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. പടിഞ്ഞാറ് മറാത്തകൾ, വടക്ക് മുഗളന്മാർ, തെക്ക് മൈസൂരുകാർ, കിഴക്ക് ഗൗഡർ, പഞ്ചാബിലെ സിഖുകാർ, കുശ സാമ്രാജ്യം, ചോള സാമ്രാജ്യം, പല്ലവ സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം, ഗുപ്ത സാമ്രാജ്യം, ഹർഷ സാമ്രാജ്യം, ചാലുക്യ സാമ്രാജ്യം, പാലാ സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം, മറാത്ത സാമ്രാജ്യം, ഡൽഹി സുൽത്താനേറ്റ്, മൈസൂര് സാമ്രാജ്യം എന്നിങ്ങനെ പല സാമ്രാജ്യങ്ങൾ. എത്രയെണ്ണം! വിശാലമായ ഉപഭൂഖണ്ഡത്തിൽ രത്നങ്ങൾ പോലെ ചിതറിക്കിടക്കുന്ന എണ്ണമറ്റ രാജ്യങ്ങൾ. എന്നാൽ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ ഭരണങ്ങളുണ്ടായിരുന്നു. അവർ വ്യത്യസ്ത ഭാഷകളാണ് സംസാരിച്ചത്, വ്യത്യസ്ത ആചാരങ്ങളാണ് പിന്തുടർന്നത്. പലപ്പോഴും പരസ്പരം പോരടിച്ചു. അവരാരും പരസ്പരം ഇന്ത്യക്കാരെന്ന് വിളിച്ചിരുന്നില്ല. അവർ രജപുത്രർ, തമിഴർ, ബംഗാളികൾ, മറാത്തകൾ, മുഗളർ എന്നൊക്കെയാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഒരു രാഷ്ട്രം, ഒരു ശബ്ദം, ഒരു ഭൂപടം, ഒരു സത്വം എന്ന ആശയം അവർക്കില്ലായിരുന്നു. സ്വന്തം സാമ്രാജ്യം വളർത്തുക എന്നതിനപ്പുറം മറ്റു രാജ്യങ്ങളുടെ ക്ഷേമം അവരുടെ അജണ്ടയിലേ ഇല്ലായിരുന്നു. പിന്നീട് വിദേശീയർ വന്നത്, അറബികൾ വന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഒടുവിൽ ബ്രിട്ടീഷുകാരും. അവർ നമുക്ക് രാജ്യം നിർമ്മിക്കാൻ കോൺട്രാക്റ്റ് എടുത്ത് വന്നവരല്ല. വ്യാപാരം ചെയ്യാൻ വന്നവരാ, കീഴടക്കാൻ വന്നവരാ, ഭരിക്കാൻ വന്നവരാ, മുതലെടുക്കാൻ വന്നവർ. നാട്ടുരാജ്യങ്ങളുടെയും പ്രാദേശിക ശക്തികളുടെയും വന്യമായ അതിർത്തികളുടെയും ഈ പാച്ച് വർക്കുകൾ അവർ ഒറ്റ കോളനിയിലേക്ക്, ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർത്തു. ബ്രിട്ടീഷ് ഇന്ത്യ, ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് അവർ കൂട്ടിച്ചേർത്തു. അവർ ഒരു നിയമം, ഒരു റെയിൽ സംവിധാനം, ഒരു ഭരണകൂടം എന്ന ആശയം അവതരിപ്പിച്ചു. അവർ അതിനൊരു പേര് നൽകി, ഇന്ത്യ. കുറച്ച് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. നമ്മെ നിയന്ത്രിക്കാനുള്ള അവരുടെ ശ്രമത്തിൽ അവർ നമ്മെ ഒന്നിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് സംഭവിച്ചു. ഒരു പുതിയ ഐഡൻറ്റിറ്റി വളരാൻ തുടങ്ങി. ഒരു തമിഴനും പഞ്ചാബിയും ഒരു ബംഗാളിയും ഒരു രാജസ്ഥാനിയും ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും വ്യത്യസ്ത ലോകങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ആളുകൾ ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരേ ഭരണാധികാരിയെ, ഒരേ അനീതിയെ അഭിമുഖീകരിക്കുന്നു. ഒരു വേദനയിൽ നിന്നാണ് ഒരു രാഷ്ട്രം ജനിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർന്നു വന്നത്. ചിന്തകളും കവികളും സ്വപ്നം കണ്ടു. പരിഷ്കർത്താക്കൾ ആത്മാവിനായിട്ട് പോരാടി. അങ്ങനെ പതുക്കെ ഒരിക്കലും ഒന്നല്ലാതിരുന്ന ഈ ഭൂമി ഒന്നായി. 1947 ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അവർ ട്രെയിനുകളും കോടതികളും ഭൂപടങ്ങളും മാത്രമല്ല അവശേഷിപ്പിച്ചത്.
അവർക്ക് മുമ്പ് ഒരിക്കലും നിലനിന്നിട്ടില്ലാത്തതും എന്നാൽ അവർക്ക് ശേഷം ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയാത്തതുമായ ഒരു ശക്തി ഇവിടെ നിലനിർത്തിയിട്ടാണ് ബ്രിട്ടീഷുകാർ പോയത്. ബ്രിട്ടൻ നമുക്ക് വേദന നൽകി, നമ്മുടെ സമ്പത്തെടുത്തു, എന്നേക്കുമായി ഭരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്ന് നമുക്ക് നൽകി, ഇന്ത്യ എന്ന ആശയം. പോരാട്ടത്തിൽ നിന്ന് ജനിച്ചതും വ്യത്യാസങ്ങളിൽ നിന്ന് ഉടലെടുത്തതുമായ പ്രതീക്ഷയിൽ കെട്ടിപ്പടുത്തതുമായ ഒരു ഐക്യരാഷ്ട്രം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. ഒരുപക്ഷെ അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. അല്ലെങ്കിൽ അവർ ഒരിക്കലും അത് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും, അങ്ങനൊരു സംഭവം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അത് എടുക്കുകയാണ്, നമ്മൾ ഒറ്റക്കെട്ടാവുകയാണ് അവിടെ ചെയ്തത്. ഇനി ഇങ്ങനെ ഇവിടെ ഒരു ടീം വന്നിട്ടില്ല എന്നൊക്കെയാണ് ബ്രിട്ടീഷുകാർ. ഇപ്പോൾ ഇങ്ങനൊരു ടീം, ഇങ്ങനെ വിദേശികൾ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ കഥ? ഇനിയും നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഉള്ള കാലത്തിലേക്ക്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനസംഘടിത വർഗമായിട്ടായിരുന്നു നമ്മൾ നിലനിന്നിരുന്നതെന്ന്. അതിനു പുറമെ വേറെ കുറച്ച് വൈവിധ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് നോക്കി വെക്കാം. കോളനിവൽക്കരണത്തിന് മുമ്പ് ഇന്ത്യൻ സമൂഹം ജാതി വ്യവസ്ഥയിൽ ആഴത്തിൽ വിഭജിക്കപ്പെട്ടിരുന്നു. മതം, ജാതി അതൊരു സാമൂഹിക സ്വത്വമല്ല, മറിച്ച് കർശനമായ ആജീവനാന്ത ശ്രേണിയായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ സ്വത്ത്, അധികാരം ഇതൊക്കെ ലഭിക്കാൻ നിങ്ങളുടെ മതം കാരണമാവുന്നു? എന്നാൽ വിദ്യാഭ്യാസം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ക്ഷേത്രങ്ങളിലെയും കോടതികളിലെയും ഭരണകൂടങ്ങളിലെയും എല്ലാം പ്രധാന സംസ്ഥാനങ്ങളും ബ്രാഹ്മണർക്കും ഉയർന്ന ജാതിക്കാർക്കും മാത്രമായിരുന്ന ഒരു കാലം. താഴ്ന്ന ജാതിക്കാർക്കും ദരിദ്രർക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കാലം. പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ലാത്ത കാലം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വൈറ്റ് കോളർ ജോലിയോ മാന്യമായ ജീവിതമോ താഴ്ന്ന ജാതിക്കാരൻ സ്വപ്നം കാണേണ്ട ആവശ്യമേ ഇല്ല ഇവിടെ. ഇവ വെറും പാരമ്പര്യങ്ങളല്ല, മതവിശ്വാസവും സാമൂഹിക ഭീഷണിയും അവ കർശനമായി നടപ്പിലാക്കി. അതിലും മോശമായിരുന്നു സതി. ഭർത്താവിൻ്റെ ശവകുടീരത്തിലെ വിധവകൾ മരിക്കുമെന്ന ഒരു സംഭവം, വിധവകൾ ചാടി ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം. ഇതുപോലുള്ള ദോഷകരമായ ആചാരങ്ങൾ ചില സമൂഹങ്ങളിൽ പവിത്രമായ കടമകളായിട്ട് കാണപ്പെട്ടു. രാജാറാം മോഹൻ റോയെ പോലുള്ള പരിഷ്കർത്താക്കളുടെ കാലത്ത് മാത്രമാണ് അത്തരം ആചാരങ്ങൾ വെല്ലുവിളിക്കപ്പെടുകയും നിയമപരമായി നിരോധിക്കപ്പെടുകയും ചെയ്തത്. ബ്രിട്ടീഷുകാർക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് വേറൊരു സംഭവമുണ്ട്. നിയമങ്ങൾ, ആധുനിക വിദ്യാഭ്യാസം, നിയമ പരിരക്ഷകൾ, ഇതും കൂടി അവർ അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക്. അതെ, ഈ പഴഞ്ചൻ അനീതികളെ വെല്ലുവിളിക്കുന്ന പ്രക്രിയയ്ക്കും തുടക്കമിട്ടത് അവരാണ്. ആ തടസ്സമില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യത്വരഹിതമായ പല സംവിധാനങ്ങളും അനിയന്ത്രിതമായി പാരമ്പര്യമായി തുടർന്നുകൊണ്ടേയിരുന്നേനെ. പ്രത്യേകിച്ച് യാഥാസ്ഥിതിക പ്രദേശങ്ങളിൽ. കൂടാതെ ആധുനിക സ്ഥാപനങ്ങൾ വരുന്നതിന് മുമ്പ് മതനേതാക്കൾ മുതൽ രാജകീയ ഉപദേഷ്ടാക്കൾ വരെയുള്ള മിക്കവാറും എല്ലാ വൈറ്റ് കോളർ തീരുമാനമെടുക്കൽ റോളുകളും ഉയർന്ന ജാതിക്കാർക്കായിരുന്നു. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. താഴ്ന്ന ജാതിക്കാരേനെയും ദരിദ്രരേനെയും വ്യവസ്ഥാപിതമായ അധികാരത്തിൽ നിന്നും അവസരത്തിൽ നിന്നും ഒഴിവാക്കി. മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള വിജയം അല്ലെങ്കിൽ സാമൂഹിക ചലനം എന്ന ആശയം മിക്കവാറും അസാധ്യമായിരുന്നു. അതെ, ബ്രിട്ടീഷുകാർ വളരെയധികം വേദന സൃഷ്ടിച്ചു. പക്ഷേ അവർ ആധുനിക ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിലും ഏറെ സംഭാവന നൽകിയിട്ടുണ്ട്. അവർ മുമ്പൊരിക്കലും നിലവിലില്ലാത്ത സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, ഒരു ദേശീയ ഘടന, ഇതൊക്കെ അവരാണ് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനമായി അവർ അവിചാരിതമായി നമുക്ക് വിലമതിക്കാനാവാത്ത ഒന്ന് നൽകി. ഒരു ഏകീകൃത രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യ എന്ന ആശയം. ഒടുവിൽ ഇന്ന് നമുക്കറിയാവുന്ന ഇന്ത്യ
എന്ന ജനാധിപത്യ രാജ്യം പ്രധാനമായും ബ്രിട്ടീഷ് ഭരണം മൂലം രൂപപ്പെട്ട ഒരു സൃഷ്ടി മാത്രമാണ്. ആർഷഭാരത തള്ളുകാർ മറക്കാൻ പാടില്ലാത്ത സത്യമാണിത്. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല. ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അല്ലേ, അത് ചുമ്മാ അമർത്തിയേരെ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങളാണ് എൻ്റെ ഊർജ്ജം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളെ കമൻറ്റുമാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനം. സോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.